ഹായ്, ഇന്നൊരു ലഞ്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പരിപ്പ്, മത്തൻ, എലിശ്ശേരി, പിന്നെ ഒരു ചെമ്മീൻ്റെ കൊഞ്ചിൻ്റെ ഒരു മുളകിട്ടത്, കൊഞ്ച് ഫ്രൈ ഒക്കെ കുറച്ചേ ഉള്ളേ. കൊഞ്ച് ഇന്നലത്തെ ബാക്കിയുള്ളത് കുറച്ച് ഫ്രീസറിൽ ഇരിപ്പുണ്ടായി, അതാണ്. അപ്പോൾ അത് പിന്നെ ഒരു ബീൻസ് ക്യാരറ്റ് തോരൻ, ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. മത്തൻ കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേവിക്കണ്ടേ. അപ്പോൾ കുറച്ച് പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്. ഒക്കെ സ്പീഡിൽ ചെയ്യണ്ടേ പണി, എന്നാലേ ഒരുങ്ങും. അപ്പോൾ ചെമ്മീനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെമ്മീന് കുറച്ച് മുളകിടണം, കുറച്ച് വറുക്കണം, പൊരിക്കണം എന്നാണ് നമ്മൾ പറയുക. നിങ്ങളെങ്ങനെയാണ് പറയുകയെന്നറിയില്ല. നമ്മൾ മുളകും ഉപ്പും മഞ്ഞളും കുറച്ച് കുരുമുളക് ഇട്ടിട്ട് പൊരിക്കുകയാണ് ചെയ്യാം. അപ്പോൾ അതും ചെയ്യണം. അതിന് വേണ്ടി ഇത് കട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു സാധനം ഉണ്ടാവില്ല, അതൊക്കെ എടുത്ത് മാറ്റിയാൽ മാത്രമല്ലേ വൃത്തിയാകത്തുള്ളൂ. അതുകൊണ്ട് അത് കുറച്ച് പണിയാണ്. കുറച്ചേ ഉള്ളൂ, എന്നാലും അത് ചെയ്യാൻ കുറച്ച് പാടാണ്. അതൊക്കെ എടുത്ത് ബാക്കിലും മുന്നിലും ഉണ്ടാവും ഈ കറുപ്പ് സാധനം, അതെടുക്കണം. അതാണ് ഒരു വലിയ പണി. അപ്പോൾ അതെടുത്ത് ഇതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് എന്നിട്ടാണ് ഞാനിത് ചെയ്യുക. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ടാണ് ലഞ്ചിൻ്റെ എല്ലാ പരിപാടിയും ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് പിന്നെ വലിയ പാടില്ല. അടിയും തോടയും ഒക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടാണ്. അതിലിടയ്ക്ക് ഞാൻ മോന് അവൻ ഓഫീസിൽ പോകേണ്ട സമയമായതുകൊണ്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബീൻസും ക്യാരറ്റും ഞാൻ കടുക് പൊട്ടിച്ചിട്ട് അതിൽ ഒരു ഉണക്കമുളകിട്ട് അങ്ങനെയാണ് തോരനുണ്ടാക്കുക. തേങ്ങയിടും, ഉള്ളി ഇടത്തില്ല, തേങ്ങ ഇട്ടിട്ട് അങ്ങനെ സിമ്മിൽ വേവിക്കുകയാണ് ചെയ്യുക. പിന്നെ മുളകിടാൻ വേണ്ടിയിട്ട് അതിലിടയ്ക്ക് അവിടെ കുക്കറിൽ പരിപ്പ് വേവുന്നുണ്ട്. പിന്നെ മുളക്, മഞ്ഞൾ, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഒക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഒരു കഷ്ണം പുളി ഇട്ടിട്ട്, പുളി ഞാൻ പീഞ്ഞില്ല ഇന്ന് മടി കൊണ്ട്, പുളി അങ്ങനെ ഒരു കഷ്ണം ഇട്ടിട്ട് തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെയാണ് മുളകിടുന്നത്. ലാസ്റ്റ് ലേശം വെളിച്ചെണ്ണ അങ്ങനെ തൂവും. വെളിച്ചെണ്ണയാണെങ്കിൽ കട്ട പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ വെയിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചൂടുവെള്ളത്തിൽ ക്യാനും താഴ്ത്തി വെച്ചിട്ട് കുറച്ച് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്യ. അപ്പം കുറച്ച് നേരം ഇത് നമ്മളൊന്ന് ഇത് ഒന്ന് ചൂടാക്കി എങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കിയാലും പിന്നെ അത് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പം അരി കഴുകിയിടണം കേട്ടോ. ചോറ് എൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്, അരി കഴുകിയിടണം. പിന്നെ തേങ്ങ അരക്കണം. എലിശ്ശേരിക്ക് വേണ്ട തേങ്ങ അരക്കണ്ടേ. അതിൽ മുളക്, മഞ്ഞൾ, കുറച്ച് ജീരകം അത് വിട്ടിട്ട് അരച്ചിട്ട് പിന്നെ ആണ് എലിശ്ശേരി വെക്കുക കേട്ടോ. എലിശ്ശേരിക്ക് വറുത്തിടുമ്പോഴാണ് നല്ല തേങ്ങയും കുറച്ച് ഉണക്കമുളകും ഒക്കെ ഇട്ട് വറുത്തിടുമ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു മണം, നല്ല ടേസ്റ്റ് വരും കേട്ടോ. അങ്ങനെ അരി കഴുകി അത് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം ഭയങ്കര സ്പീഡിലുള്ള പണിയാണ്. അതിലിടയ്ക്ക് നമുക്ക് ഈ ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരിക്കേണ്ടി വരും, 1000 പ്രാവശ്യം അത് തുടക്കണം. അങ്ങനെ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി കരിയാഞ്ഞത് ഭാഗ്യം. അപ്പോൾ അത് നമ്മൾ ഒന്ന് ആ ചോറ് അവിടെ തിളച്ചാൽ അത് മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ വെക്കുകയെ കുക്കർ. പിന്നെ ഇനി തോരനാവുന്നുണ്ട്, മുളകിട്ടാവുന്നുണ്ട്, പിന്നെ ഇനി ഫ്രൈ ചെയ്യേണ്ട പണിയേ ഉണ്ടാവും. അപ്പോൾ തോരൻ ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണ്ടേ. അതിൻ്റെ ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ, ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഇടാമല്ലോ, അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ പറയും ഉപ്പില്ലല്ലോ അമ്മേ എന്ന് പറയും. അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ മുളകിനും ഉപ്പുണ്ടോ നോക്കി, പിന്നെ അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതും റെഡിയായി. ഒന്ന് ചെറുങ്ങനെ ഒന്ന് പിന്നെ ഇനി ആവുക വേണം, ഒന്ന് വറ്റുക വേണ്ട. അതിന് ശേഷം ഞാൻ പിന്നെ ഇത് ഫ്രൈ ചെയ്യാണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കറി ഞാൻ അവിടെ അത് തിളച്ച് മാറ്റി കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ എടുക്കുക ചെയ്യാം ചോറ്. പിന്നെ ചോറ് അങ്ങനെ ഊറ്റി തന്നെ എടുക്കുക. ഞാൻ കണ്ടോ എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്, പിന്നെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിനി കൊഞ്ച് ഫ്രൈ ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അത് എടുത്തെടുത്ത് മാറ്റി വെച്ച് പിന്നെ ഇനി ഇന്നത്തെ പണി കഴിഞ്ഞു. ഇനിയിപ്പം ചോറ് വേണ്ട പണിയേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ചെമ്മീനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെമ്മീനിൽ കുരുമുളക് പൊടി ഇഷ്ടമുണ്ട് ഇട്ടാൽ മതി, ഞങ്ങൾ ഇടാറുണ്ട്. അത് ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഒക്കെ കഴിഞ്ഞു, കുറച്ചുണ്ടായി അതിട്ടു. ഒക്കെ നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ടായി കുറച്ച് 10 മിനിറ്റ് മുമ്പിട്ട്. അതുകൊണ്ട് നല്ല പിന്നെ പിടിച്ചിട്ടുണ്ടാവും എല്ലാം. അപ്പം അങ്ങനെ അതും ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയിപ്പം തുടക്കലാണ്. ഈ മേശ തുടക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത്, പുറത്ത് ലിക്വിഡൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്, പക്ഷേ ഞാൻ എടുക്കുന്നത് കുറച്ച് വിനാഗിരി, കുറച്ച് വെള്ളം, ഏതെങ്കിലും ഒരു ഹാൻഡ് വാഷ് ഇത് കൂടി ആക്കിയിട്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുക. അത് ഞാൻ സ്വന്തം തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിൽ, നമ്മളെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ ഇഷ്ടംപോലെ ഇങ്ങനെ ഈ ഹാൻഡ് വാഷിൻ്റെ ഒക്കെ, അതിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. നമുക്ക് ഈ പുറത്തുനിന്ന് വാങ്ങുന്നത് എന്തൊക്കെ കെമിക്കലായി ഇവർ ചേർക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാകുമ്പം വിനാഗിരി പിന്നെ ഹാൻഡ് വാഷ് ഇതൊന്നും ഇത്ര വലിയ പ്രശ്നക്കാരല്ലല്ലോ.
അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കും കേട്ടോ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല വൃത്തിയായിട്ടുണ്ടാവും മേശ എന്നല്ല എന്തിനും നല്ലതാണ്. നല്ല പിന്നെ എന്ത് ക്ലീൻ ചെയ്യാനോ നമ്മളെ ടേബിളും അത് എന്തൊക്കെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാൻ ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുക. ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.